ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഫുൾ വർക്ക് എന്ന് പറയാനുള്ള കിച്ചൺ, ഒരു അലമാര, പിന്നെ 2 ഷോക്കേസ്, അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വർക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് വീട് എക്സ്ട്രാ ബാക്ക് കിച്ചണും കാര്യങ്ങളും എക്സ്ട്രാ എടുത്തുകൊണ്ടൊക്കെ ചെയ്തിട്ട് പഴയ വീടാണ്, അതിന് പുതിയ രൂപത്തിലാക്കിയതാണ്. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിൻ്റെ അടുത്തേക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട്, അധികം മോഡലും കാര്യങ്ങളും കൊടുക്കാതെ വുഡൻ കളർ ഫ്രെയിം കൊടുത്തുകൊണ്ട് പിന്നെ ജാളി കട്ടിങ് കൊടുത്തുകൊണ്ട് ഒരു ഡിസൈനാക്കി ചെയ്തിട്ടുണ്ട്. അത് റൂം തന്നെ അങ്ങനെ അവിടെ കുറച്ചൊരു ഏരിയ അങ്ങനെ ടേബിളൊക്കെ ഇടാൻ, ടൈം ടേബിളൊക്കെ ഇടാൻ ഒരു ഏരിയ വന്നോണ്ട് അങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ടോ. അതായത് നല്ല അത്യാവശ്യം ഇവിടെ ചെയ്തിട്ടുള്ള ഫുള്ള് വുഡൻ കളർ കേട്ടോ. വുഡൻ കളർ ചാനലും അതുപോലെ തന്നെ വുഡൻ കളർ ഷീറ്റ് ഇട്ടുകൊണ്ടാണ് അലമാര ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അധികം ഓവർ വർക്കായിട്ടൊന്നുമില്ല, ഒക്കെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരിക. കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്ന് ഇവിടെ തന്നെ കിച്ചണിൽ ഒരു കിച്ചണല്ല, ചെറിയ കിച്ചണുള്ളൂ ഇവിടെ. ഈ വീട്ടിൽ ചെറിയൊരു കിച്ചണുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു നമ്മളൊരു എന്താ പറയുക, അലമാരല്ല, അത്യാവശ്യം പാത്രം കാര്യങ്ങളൊക്കെ വേണ്ടി ഒരു ഭംഗിയിൽ ഒരു ഗ്ലാസ് ഇട്ടുകാണ്ട്, ഗ്ലാസും ഷീറ്റും പാടെ ഇട്ടുകാണ്ട് ഒരു സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ വരികയാണെങ്കിൽ ഇവിടെ ആ ഒരു പഴയ വാഷ് സ്പേസ് ഉണ്ടായിരുന്നു ഇവിടെ. അതിന് നമ്മളൊരു പാനലിങ് ചെയ്തുകൊണ്ട് കണ്ണാടി വെച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കിച്ചൺ ഇതാണ്. ഇത്രയും വലിയ വീടിന് ഒരു കുഞ്ഞു കിച്ചൺ കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ ഒരു എന്താ പറയുക, അത്ഭുതം. ഈ ചെറിയ കിച്ചൺ ആകുമ്പോൾ അത്യാവശ്യം വലിയ കിച്ചണാണ് നമുക്ക് വേണ്ടത്. കിച്ചൺ പറഞ്ഞാൽ കുക്ക് ചെയ്യുന്ന ഏരിയ ആയിട്ടത്. പിന്നെ അപ്പുറത്ത് ഇരിക്കാനുള്ള ഏരിയ നമ്മൾ നേരത്തെ കാണിച്ചില്ല, അവിടെ ഉണ്ട്. അതുപോലെ ഗൾഫിൽ നിന്നുകൊണ്ട് അവർക്ക് ചെറിയ കിച്ചൺ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ അതായതും വുഡൻ കളറിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ സെക്ഷൻ എന്താണ് ആണെങ്കിലും ഒക്കെ എല്ലാം നമ്മൾ എന്താ പറയുക വുഡൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്, ഷീറ്റുമൊക്കെ. അപ്പോൾ 2 ഡ്രോ കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലെയിനും ഒരു കട്ട്ലറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ മുകളിൽ GTBT വെച്ചിട്ടുണ്ട്, പാത്രങ്ങൾ വെക്കാല്ലേ കണ്ടല്ലേ വലത്തെ സൈഡിൽ. പിന്നെ മുകളിൽ റാക്കിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബോക്സ് ആയിട്ടാണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഗ്ലാസ് ഇട്ടുങ്ങാണ്ട് ഇത് ഹോട്ടലിൽ നിന്നൊക്കെ എടുക്കുന്ന രൂപത്തില്ല, അവിടെ ഒരു ഹോൾ കണ്ടില്ലേ. അപ്പോൾ ഇത് വീഡിയോ അങ്ങോട്ടും കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് കേട്ടോ. പിന്നെ റൂമിൽ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ റൂമിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മൾ പാനലിങ് ചെയ്തിട്ടൊക്കെയാണ്. പിന്നെ റൂമിൽ ചെറിയൊരു അലമാര ചെയ്തിട്ടുണ്ട്. ഇതൊരു WPCൻ്റെ ചാനലായിട്ട് നമ്മൾ പാനലിങ് ചെയ്തേട്ടോ. എന്നിട്ട് ഭംഗിയല്ലേ, കുറഞ്ഞ ഏരിയ ചെയ്തപ്പോൾ പിന്നെ ഒരു ഫുള്ളായിട്ട് ചെയ്യാറുണ്ട്, ഒരു ചുമര് മൊത്തത്തിൽ ചെയ്താണ്. പിന്നെ ഡോറ്, അപ്പോൾ 4-5 ഡോറുകൾ FRPൻ്റെ ഡോറുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. വെടിയിലെ FRPൻ്റെ ഡോറുണ്ട്. ഇപ്പോൾ വുഡിൻ്റെ തനി ടച്ച് മാതിരിയൊക്കെ ഉള്ള ഒരു ഡോറുകളാണ് വന്നിട്ടുള്ളത്. പാനലിങ്ങിലാണെന്നുണ്ടെങ്കിലും അതേമാതിരി കിച്ചണിലും ഷോക്കേസിലൊക്കെ നമ്മൾ ഇതേമാതിരി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാളത്തെ ഷോക്കേസാണ്, 2 ഷോക്കേസാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ഷോക്കേസാണിത്. ഇത് ഒക്കെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡിസൈൻ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൂ, അതായത് തട്ടുകളുടെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൂ. അല്ലാതെ ഫ്രെയിമിലും അതുമാതിരി ചാനലുകളൊന്നും കളറ് മാറ്റിയില്ല, ഷീറ്റൊന്നും കളർ മാറ്റിയില്ല. സെയിം ഒക്കെ വുഡാണ്, ഫുൾ വുഡൻ ടച്ചാണ് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ വുഡൻ കളറിലാണ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഷോക്കേസ് വരികയാണെങ്കിൽ അപ്പുറത്തുണ്ട് കേട്ടോ. ഇവിടെ ഇതിന് കർട്ടനൊക്കെ നമ്മൾ ചെയ്ത് തന്നെയാണ്, കർട്ടനൊക്കെ ഇവിടെ വീഡിയോ എടുക്കണം. ഇതിനൊക്കെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തട്ടുകൾക്കും ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ മാറിയിട്ടുള്ളൂ, ഒക്കെ ഇതുപോലെ തന്നെ വുഡൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. 3 ചാനലാണ് ഫ്രെയിമാക്കി ചെയ്തുകൊണ്ട് പിന്നെ ഫുള്ള് തട്ടിലിപ്പിൽ PVCൻ്റെ ഷീറ്റ് ഇട്ടുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇതുപോലെ ആർക്കെങ്കിലും വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ കിച്ചണിൻ്റെ ഭാഗം 2 ഘട്ടങ്ങളായിട്ടാണ് കിച്ചൺ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കിച്ചൻ്റെ അടിയിൽ ഇതുമാതിരി സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ഫുള്ള് ലൈറ്റൊക്കെ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ക്യാമറ വൈഡ് ആംഗിൾ ഇല്ലാത്തതുകൊണ്ട് ക്ലിയറായി കിട്ടിയില്ല എന്നുള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് ഫോട്ടോസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ അലമാരിൻ്റെ ഒന്നും വീഡിയോ ആയിട്ട് കിട്ടിയില്ല, അപ്പോൾ ഫോട്ടോസുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിലും കാണാം. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ഡോർ, ഇവിടെയൊക്കെ 2 ഗ്ലാസ് ഡോറായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വലിയ അലമാരക്കാണെന്നുണ്ടെങ്കിലും ഗ്ലാസും ഒരു 1/4 ഭാഗം ഷീറ്റ് ഇട്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ നേരത്തെ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ. അപ്പോൾ ഇതിൽ കുറച്ച് ഫോട്ടോസുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അന്ന് കണ്ടോളി.